എല്ലാവർക്കും അശ്വിൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ ശ്രുതി ഇനി ഒരിക്കലും അശ്വിന്റെ കൂടെ ജീവിക്കില്ല എന്ന് തീരുമാനിക്കുവാണ്. അങ്ങനെ കുടുംബ കോടതിയിലോട്ട് പോകുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് ജഡ്ജി പറയുന്നുണ്ട്, എന്തായാലും ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വാ, ബാക്കി പിന്നീട് പറയാമെന്ന്. ശ്രുതിക്കാണെങ്കിൽ എത്രയും വേഗം ഡിവോഴ്സ് വേണം, എന്നിട്ട് മധുവിനെയും അശ്വിനെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കാനാണ് ശ്രുതിയുടെ പ്ലാന്. ഇതിന് ആർക്കും തന്നെ ഇഷ്ടമുണ്ടായിരിക്കില്ല, വീട്ടിൽ ആർക്കും. എന്നാ മധുവിനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി ഈ കല്യാണം എത്രയും വേഗം നടത്തണം, എന്നിട്ട് വേണം ഈ വീട്ടിൽ നിന്ന് എനിക്ക് എന്നേക്കുമായിട്ട് ഇറങ്ങാനെന്നാണ് ശ്രുതി തീരുമാനിക്കുന്നത്. അങ്ങനെ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് വീണ്ടും കോടതിയിലോട്ട് തന്നെ പോകുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നിച്ചു പോകുന്നതല്ലേ നല്ലത്. ഇല്ല മാഡം, ഇപ്പോൾ ഞങ്ങൾക്ക് അതിലേറെ പിരിയണമെന്നാണ് തോന്നുന്നത്. എനിക്കെന്തായാലും ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ പണ്ടത്തേലും ഒരുപാട് വഴക്കൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നാ എനിക്ക് തോന്നുന്നേ. എന്താ അശ്വിനൊന്നും പറയാത്തത്? ഞാൻ എന്ത് പറയാനാ, അവളെല്ലാം പറയുന്നുണ്ടല്ലോ. അവൾ പറയുന്ന പോലെ എന്താന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യാം. ശ്രുതി, താൻ പറയുന്നത് എന്താ? ഇയാൾക്ക് വേറെ ബന്ധമുണ്ടെന്നോ? ആ മാഡം, കല്യാണത്തിന് മുൻപേ ഇയാളൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അത് കല്യാണത്തിന് മുൻപേ അല്ലടോ, കല്യാണത്തിന് ശേഷമല്ലല്ലോ. അല്ല, അശ്വിൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ കുട്ടിയുടെ കൂടെ ജീവിക്കാൻ പറ്റൂ, അവളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ എന്താണോ തൻ്റെ പ്രശ്നം? എല്ലാവരും ഭർത്താക്കന്മാരെ കൂടെ നല്ല സന്തോഷത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. ഇതിപ്പോ കാമുകി വന്നെന്നും പറഞ്ഞ് താനെന്തിനാടോ തൻ്റെ ഭാവി ഇല്ലാതാക്കുന്നത്? കല്യാണത്തിന് മുൻപേ ഇയാള് ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നു. പിന്നീടായിട്ട് ആ കുട്ടി മരിച്ചെന്നാ കരുതിയത്. അതിനുശേഷം ഞാൻ ശ്രുതിയെ കല്യാണം കഴിച്ചത്. അതിനിടയിൽ ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ മുൻപ് പ്രേമിച്ച ആ കുട്ടിയെ പറ്റി. എന്നോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോഴും എനിക്ക് പറയാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനിടയിലാ മരിച്ചെന്ന് കരുതിയ മധു വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത്. ഇവള് തന്നെയാ അവളെ കൂട്ടി എൻ്റെ വീട്ടിലോട്ട് കയറി വന്നത്. അതിനുശേഷം ഇവളെടുത്ത തീരുമാനം തന്നെയാ ഇത്, ഞങ്ങളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കണമെന്ന്. അതെ മാഡം, ഞങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. അതുകൊണ്ട് ഇവർ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത്. അതല്ലേ ഏറ്റവും നല്ല കാര്യം. ഇവിടെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്, എന്നാ ഇതുപോലൊരു കേസ് ഇത് അപൂർവമായിട്ട് വരുന്നതാ. എന്തായാലും താൻ തൻ്റെ ഭാവി ചിന്തിക്കാതെ ഒരു തീരുമാനം എടുക്കരുതെന്നാ ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ മാഡം എന്തെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടാലും വീണ്ടും ഇദ്ദേഹം അതും ഇതും പറഞ്ഞ് എന്നോട് വഴക്കിടാൻ വരും. നിങ്ങളുടെ സംസാരം കേട്ടിട്ട് അദ്ദേഹം വഴക്കിടാൻ വരുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. ഈ കേസിൽ ഡിവോഴ്സ് വേണമെന്ന് പറയേണ്ടത് അശ്വിനാ. കാരണം സ്നേഹിക്കുന്ന പെൺകുട്ടി തിരികെ വന്ന സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും തന്നെ ഒഴിവാക്കണമെന്നാ ശ്രമിക്കുക. ഇത് അങ്ങനെയല്ലല്ലോ. താനാ ഇതിൽ മുൻകൈ എടുത്ത് എങ്ങനെയെങ്കിലും പിരിയണമെന്ന് തീരുമാനിക്കുന്നത്. പ്ലീസ് മാഡം, ഞങ്ങൾക്ക് ഡിവോഴ്സ് തരണം. ഞാനിപ്പോൾ വിധി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല. ഈ കാരണം കൊണ്ടൊന്നും ഡിവോഴ്സ് തരാൻ പറ്റില്ല. വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത്ര മാത്രമേ എനിക്കിതിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഏതായാലും നിങ്ങൾ ഡിവോഴ്സ് ഫയൽ ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഇതിലൊരു തീരുമാനം എടുക്കുന്നത് 6 മാസം നിങ്ങൾ ഒരേ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാം. അതിനുശേഷവും നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അതുവരെ നിങ്ങൾ ഒന്നിച്ചു തന്നെ പോകാൻ നോക്കുക എന്ന് കോടതി വിധി വരികയാണ്. ഇത് കേൾക്കുന്നതും ശ്യാമിന് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ മോഹനനും അതുപോലെ പ്രീതിക്കും അഞ്ജലിക്കും ഒക്കെ വലിയ സന്തോഷമായിരിക്കും. അതുപോലെ ശ്രുതിയുടെ വീട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ്. ശ്രുതിയും അശ്വിനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അശ്വിൻ എന്തായാലും ശ്രുതിയെ തന്നെ മുന്നോട്ട് ഭാര്യയായിട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയായിരിക്കും ആഗ്രഹം. മധുവിനെ മനസ്സിൽ പോലും അശ്വിൻ കാണുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ പിന്നീട് വീട്ടിലെത്തുന്നുണ്ട്. മധു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും. ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മധു, നീ എന്തിനെങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നേ? നീ മരുന്നെല്ലാം കഴിച്ചല്ലേ? അതൊക്കെ ഞാൻ കഴിച്ചു. എന്താ കാര്യം? എനിക്കെന്തോ അശ്വിൻ എന്നോട് പഴയ ആ സ്നേഹം ഇല്ല എന്നാ തോന്നുന്നത്. എപ്പോഴും എന്നെ അവോയ്ഡ് ചെയ്യുക. എന്നോട് സ്നേഹമില്ലാത്ത രീതിയിലാണ് അവൻ ഓരോന്നും പെരുമാറുന്നത്. ഇങ്ങനെ പോയാൽ എനിക്കിവിടെ അധിക നാളും നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ശ്രുതി. ഇതൊന്നും വേണ്ട. എനിക്ക് അവനെ കല്യാണം കഴിക്കണമെന്ന് ഇപ്പോൾ ഒരാഗ്രഹവുമില്ല. അങ്ങനെ പറയല്ലേ. അശ്വിൻ സാറിന് മധുവിനെ നല്ല ഇഷ്ടമാണ്, അതെനിക്കറിയാം. ഞാൻ കണ്ടതാ പലതവണ എന്നോട് പറയുമ്പോഴും. അതുമാത്രമല്ല, ഡയറിയിൽ എഴുതി വെച്ചൊക്കെ ഞാൻ വായിച്ചതാ. നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ തന്നെയാ ഒന്നിച്ച് ജീവിക്കേണ്ടത്.
ഇപ്പോൾ എന്തൊക്കെയോ മനസ്സിലെ വേദന കൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അല്ലാതെ മധുവിനോട് ഇഷ്ടക്കേടൊന്നുമില്ല. ശരിക്കും അവൻ എന്നോട് ഇഷ്ടമാണോ ശ്രുതി? അതെ, ഞാൻ പറഞ്ഞില്ലേ അതേന്ന്. അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൻ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്തു പറഞ്ഞാലും ഭയങ്കര ആക്റ്റീവായിട്ടാ എൻ്റെ അടുത്ത് സംസാരിക്കാറ്. ഇപ്പോൾ എന്നെ കാണുമ്പോഴേ അവൻ എന്തോ എന്നോട് ദേഷ്യം പോലെയൊക്കെ കാണിക്കുക. അത് കാണുമ്പോൾ എനിക്കെന്തോ സഹിക്കാൻ പറ്റുന്നില്ല. നീ സങ്കടപ്പെടാതിരിക്കുക. അശ്വിൻ സാറ് നിൻ്റെ അടുത്ത് നല്ലപോലെ സംസാരിക്കണം. അതല്ലേ നിൻ്റെ പ്രശ്നം. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഇപ്പം നീ സമാധാനത്തോടെ പോയി കിടന്നുറങ്ങ്. മരുന്നൊക്കെ കഴിച്ചതല്ലേ, നല്ല സുഖമായിട്ട് ഉറങ്ങ്. വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. നിങ്ങളുടെ കല്യാണം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ ശ്രുതി റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. അശ്വിൻ നല്ല കുടിച്ചിരിക്കുമായിരിക്കും. ആ, എത്തിയോ? ശ്രുതി എത്തിയോ? ഞാൻ നിൻ്റെ അടുത്തേ കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഇപ്പോൾ കുടിച്ചത്. എന്താ നിങ്ങളിങ്ങനെ കുടിച്ചിരിക്കുന്നേ? മുത്തശ്ശിക്ക് ഇതൊന്നും ഇഷ്ടമല്ലാന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. എന്നിട്ടെന്തിനാ ഇത് കുടിച്ച് ഇതുപോലെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഇവിടെ ഇരിക്കുക. ബോധമുള്ളപ്പോഴേ നിങ്ങൾക്കെന്തെങ്കിലും പറയുന്നത് ഇന്ന് പറഞ്ഞ നാളേക്ക് ഓർമ്മയുണ്ടായിരിക്കില്ല. അപ്പോഴാ കുടിച്ചതിന് ശേഷം അതും ഇതും പറയുന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇവിടെ ഇരിക്കുക, ഞാൻ പറയട്ടെ. ശ്രുതി, എനിക്ക് നിന്നെ പിരിയണ്ട. നമുക്ക് ഒന്നിച്ച് ജീവിച്ചൂടെ? നമ്മുടെ കാര്യം എന്താ നീ ആലോചിക്കാത്തെ? അങ്ങനെ ശ്രുതിയുടെ 2 കവിളിലും പിടിച്ച് അശ്വിൻ ചോദിക്കുക. ഒരു നിമിഷം പതറിക്കൊണ്ട് ശ്രുതി അശ്വിനെ തന്നെ നോക്കുന്നുണ്ട്. ദേ അശ്വിൻ സാറേ, വെറുതെ അതും ഇതും പറയല്ലേ. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾ ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എനിക്കറിയാം നീ അങ്ങനെയൊക്കെയാ പറയുമെന്ന്. ഞാനതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോ? ആ കുട്ടിയെ ഗർഭിണിയാക്കിയത് തെറ്റല്ലാതാവോ? നിങ്ങൾ ചെയ്തതേ എല്ലാം തെറ്റാ. ഇനി നിങ്ങൾ അവളുടെ കൂടെ ജീവിച്ചാൽ മതി. ഞാനുമായിട്ട് ഇനി നിങ്ങൾക്കൊരു ബന്ധവുമില്ല. ശ്രുതി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്കിനി ഒന്നും കേൾക്കണ്ട എന്ന്. അശ്വിൻ സാർ ഇനി ന്യായീകരിക്കാൻ വേണ്ടി ഒന്നും പറയണ്ട. നിങ്ങൾ ആ മധുവിനെ സ്നേഹിക്കാൻ നോക്ക്. ഞാനിവിടെ ഉള്ളോണ്ടാണോ നിങ്ങൾ അവളെ സ്നേഹിക്കാത്തത്? എനിക്കൊരു സംശയം അതാ. ദേ ശ്രുതി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. നിന്നോട് സംസാരിച്ചാലേ എനിക്ക് തലവേദന കൂടും എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ കിടക്കുന്നുണ്ട്. എന്നാ ശ്രുതി തീരുമാനിക്കുന്നുണ്ട്, എന്നെ ഇവിടെ കാണുന്നത് കൊണ്ടാ മധുവായിട്ട് അശ്വിൻ സംസാരിക്കാത്തതും അതുപോലെ ഇടപഴകാത്തതും. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാ എന്ന്. എൻ്റെ വീട്ടിലോട്ട് പോയാൽ അവിടെ എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ അവിടെ നിർത്താൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് വരാനേ പറയൂ. അതുകൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണോ എന്ന് ശ്രുതി തീരുമാനിക്കുക. പിറ്റേ ദിവസം എല്ലാവരും അമ്പലത്തിലോട്ട് പോവാനായിട്ട് റെഡിയായിരിക്കുമായിരിക്കും. അശ്വിൻ വരുന്നുണ്ട്. അശ്വിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി എവിടെ? ശ്രുതി എവിടെയെന്നോ? ശ്രുതി ഇങ്ങോട്ട് വന്നില്ലേ? ഞാൻ കരുതി നിങ്ങൾ എടുത്തോട്ട് വന്നു കാണുമെന്ന്. അവള് റൂമിലില്ല, ഇങ്ങോട്ട് വന്നില്ലല്ലോ. അപ്പോൾ ശ്രുതി എങ്ങോട്ടാ പോയത്? ഫോണിൽ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും. പ്രീതിയാണെങ്കിൽ കരയാൻ തുടങ്ങുന്നുണ്ട്. ആകാശ്, എങ്ങോട്ടാ പോയത്? ശ്രുതിയെ കാണുന്നില്ലല്ലോ. എല്ലായിടത്തും പോയി അന്വേഷിക്കുക. അശ്വിൻ അങ്ങനെ വണ്ടിയെടുത്ത് പുറത്തോട്ട് പോകുന്നുണ്ട്. ഇനി ബൊട്ടിക്കിലോ ഓഫീസിലോ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് എല്ലായിടത്തും പോയി അന്വേഷിക്കുക. എന്നാ ശ്രുതി അശ്വിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് ആ വീട്ടിലോട്ട് വരില്ല എന്ന് ശബ്ദം എടുത്ത് മാറി നിൽക്കുമായിരിക്കും. ശ്രുതിയെ കാണാത്തതുകൊണ്ട് ശ്യാമിനും മനോരമയ്ക്കും വലിയ സന്തോഷമായിരിക്കും. എന്തായാലും അശ്വിനും ശ്രുതിയും ഒന്നിച്ച് മുന്നോട്ട് പോരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർ രണ്ടുപേരുമല്ലേ. അങ്ങനെ ശ്രുതി അന്വേഷിച്ച് അശ്വിൻ പോകുന്നു. അതുപോലെ ആകാശും പ്രീതിയും ഒക്കെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം. ഇഷ്ടമായിരുന്ന് ലൈക്ക് ചെയ്യണേ. ബായ്.